ലോക പരിസ്ഥിതി ദിനം ഇൻഫാം ദേശീയതലത്തിൽ വിപുലമായി ആചരിക്കുമെന്ന് ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൃക്ഷോത്സവ് 2024 സിഗ്നേച്ചർ ക്യാമ്പയിൻ, സെമിനാർ, ലൈറ്റ് അണയ്ക്കൽ തുടങ്ങിയ പരിപാടികൾ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിലും നടക്കും. കാർഷികവൽക്കരണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന വൃക്ഷോത്സവ് 2024ന്റെ ഭാഗമായി 1,00,000 തൈകൾ വിതരണം ചെയ്യും. കൊക്കോ, റോയ്സ് കോഫി, റോബസ്റ്റ കോഫി, കമുക്, കശുമാവ് തുടങ്ങിയവയാണ് വിതരണം ചെയ്യുന്നത്. വിവിധ താലൂക്കുകളിലേക്ക് വൃക്ഷത്തൈകളുമായി പോകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ജൂൺ 4 ചൊവ്വാഴ്ച പൊടിമറ്റം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിന്റെ അങ്കണത്തിൽ നടക്കും. മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുകയാണ്. 1972 പ്രഖ്യാപനത്തിലാണ്, മീറ്റിങ്ങിലാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. 73 മുതൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. 2024 പരിസ്ഥിതി ദിനാഘോഷം സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കുക. അവിടെ അവർ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ സ്ലോഗൻ തന്നെ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ്. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന് പറയുന്നതിലൂടെ അവർ വിഭാവനം ചെയ്തത് ഭൂമിയുടെ ക്ഷമത വീണ്ടെടുക്കുക, മരുഭൂമിവൽക്കരണത്തിന് തടയിടുക, വരൾച്ചയെ അകറ്റി നിർത്തുക എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് പറയുക. ഇൻഫാം എന്ന് പറയുന്ന കർഷക സംഘടനയും ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഫാം അംഗങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം ഗ്രാമതലത്തിലും ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, താലൂക്ക് തലത്തിലെല്ലാം ഈ പരിസ്ഥിതി ദിനം വളരെ കാര്യമായിട്ടും വിപുലമായിട്ടും ആഘോഷിക്കുകയാണ്. കാരണം ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷകരെന്ന് പറയുന്നത് കർഷകരാണ്. ഇപ്പോൾ ഇൻഫാം എന്ന ദേശീയ സംഘടന അതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുക. പരിസ്ഥിതി സംരക്ഷണം മനുഷ്യ കേന്ദ്രീകൃതമായി പുനർനിർവചിക്കണം എന്ന ആശയവുമായി നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ വിവിധ കേന്ദ്രങ്ങളിൽ ജൂൺ 5 നടക്കും. സമൂഹത്തിന്റെ നാനാ തുറയിൽപ്പെട്ടവർ പ്രസ്തുത പരിപാടിയിൽ ഒപ്പ് രേഖപ്പെടുത്തും. കർഷകരാണ് യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷകർ, അവർ കയ്യേറ്റക്കാരല്ല എന്ന വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സെമിനാറിൽ എല്ലാ ഗ്രാമസമിതികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. വർദ്ധിച്ചു വരുന്ന ആഗോള താപനത്തെക്കുറിച്ച് പൊതുസമൂഹത്തെയും സംഘടനാംഗങ്ങളെയും ബോധവൽക്കരിക്കുന്നതിന് വിളക്കണയ്ക്കൂ വിശ്വം കാക്കൂ എന്ന ആഹ്വാനവുമായി പരിസ്ഥിതി ദിനത്തിൽ രാത്രി 7 മുതൽ 5 മിനിറ്റ് എല്ലാ ഇൻഫാം കുടുംബങ്ങളിലും ലൈറ്റുകൾ അണയ്ക്കുമെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലൂടെ ചെയ്യുക. അഗ്രോ ഫോറസ്ട്രി, കാർഷിക വനവൽക്കരണം, വൃക്ഷോത്സവ് 2024 എന്ന പേരിലൂടെ ഏതാണ്ട് 1,00,000-ൽ പരം തൈകൾ, കാർഷിക വനവൽക്കരണത്തിന് യോഗ്യമായ തൈകൾ വിതരണം ചെയ്യുക. കൊക്കോ തൈയുണ്ട്, റോബസ്റ്റ കാപ്പി തൈയുണ്ട്, പിന്നെ റോയ്സ് കോഫിയുണ്ട്, കശുമാവ് തൈയുണ്ട്. ഇങ്ങനെയുള്ള തൈകൾ കർഷകരുടെ കൈകളിൽ എത്തിക്കുക എന്നതാണ് ആദ്യത്തെ പദ്ധതി. നാളെ ഈ തൈകളുടെ ഫ്ലാഗ് ഓഫ് രാവിലെ നടക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ, ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽവിൻ പുൽത്തകിടിയേൽ, ട്രഷറർ ജെയ്സൺ ചെമ്പ്ളായിൽ, നെൽവിൻ സി ജോയി, ജോയിന്റ് സെക്രട്ടറി ജോമോൻ ചേറ്റുകുഴി എന്നിവർ പങ്കെടുത്തു.